മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ മഹത് വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് കയറി ഇറങ്ങി അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ NSSൻ്റെ സ്വത്തുക്കൾ, ഈ വലിയ വലിയ കോളേജുകളും ആസ്ഥാനവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുത്തതാണ്. അന്ന് അച്ഛൻ കൂടെ കൂടിയതാണ്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടെ കൊണ്ടുകിടന്നപ്പം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പ സമയമാണ്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ വീട് കുടുംബത്തിൻ്റെ മുമ്പിലത്തെ കസേരയിൽ ഇദ്ദേഹത്തെ രാവിലെ കാണാം. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതായിരിക്കാം. അപ്പം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ എടുത്ത് മടിയിൽ വെക്കും. നീ മന്നത്ത് അപ്പൂപ്പ, ഞാൻ മന്നത്ത് അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൂപ്പനെ അറിയിക്കുമ്പോൾ മടിയിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിങ്ങനെ ഒരു കുണ്ടലമുണ്ട്. അതെനിക്ക് വലിയ ആകർഷണമായിരുന്നു കുഞ്ഞപ്പോൾ. അത് ഞാൻ ഇങ്ങനെ പിടിച്ചു, ഇത് നിനക്ക് തരാം കേട്ടോ, നീ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മടിയിൽ അദ്ദേഹത്തിൻ്റെ ആ മുഖം എനിക്ക് നല്ല ഓർമ്മ. അപ്പോൾ അന്ന് അപ്പൂപ്പനുള്ള സമയമാണ്. അപ്പോൾ അപ്പൂപ്പൻ വലുതായിട്ട് പൈസയൊന്നും കൊടുക്കില്ലല്ലോ, ചിലവാക്കത്തില്ല. വളരെ പിശുക്കനായ ഒരാളായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും, അതെന്താ അദ്ദേഹം ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? ഞാൻ പറയും, എൻ്റെ ഭാര്യയും എൻ്റെ മകനും ഒരറ്റത്തൂടെ കൊടുത്തുകൊണ്ടിരിപ്പോണ്ടിരി, ഞാനും കൂടെ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതാണ്, കുറേ പൈസ ഉള്ളവരുടെ നിന്ന്. അപ്പോൾ അച്ഛൻ പറയുമ്പം പറയും, അത് എന്തെങ്കിലും കൊടുക്കാനാണ് വന്നിരിക്കുന്നത്, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് അപ്പൂപ്പൻ പറയും. അപ്പോൾ അച്ഛൻ പറയും, ഇല്ല, ഒരു പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ കേട്ടുരാമ്പിള്ള വല്ലതും കൊടുത്തില്ലേ മോശമല്ലേ? അയ്യോ, അതെൻ്റെ കയ്യിലൊന്നുമില്ല. പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വെറും കവർ അങ്ങ് അച്ഛൻ കൊടുത്താൽ മതി. വെറും കവർ കൊടുത്താൽ പേപ്പറിൽ നാളെ പടം വരും. വെറും കവറാണല്ലോ. ശരി. അച്ഛൻ പക്ഷേ പൈസ ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ നല്ലൊരു തുക അങ്ങനെ സംഭാവനകൾ ഒരുപാട് അന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് പടം വരും. അങ്ങനെയൊക്കെ ഒരുപാട് NSS എന്ന് പറഞ്ഞ് ജീവിച്ച് ഒരുപാട് ഒരിടത്തും ഇല്ലാത്തതുപോലെ. അച്ഛൻ അതിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ടില്ല. NSSന് അങ്ങോട്ടിടുകയല്ലാതെ അത് ബഹുമാനപ്പെട്ട സുകുമാരനാഥൻ സാർ പലപ്പോഴും പറഞ്ഞു, അദ്ദേഹം അതിലൊരിക്കലും കൈയിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചെയ്തിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ സഹകരണ ബാങ്കിലായിരുന്നു അച്ഛൻ്റെ പേഴ്സണൽ സമ്പാദ്യം മുഴുവൻ. അച്ഛന് ഒരു നാഷണലൈസ് ബാങ്കിലും പൈസ ഇടത്തില്ല. അത് നല്ലതോ ചീത്തയോ എനിക്കറിയത്തില്ല, ഇടത്തില്ല. ട്രഷറിയിൽ തന്നെ അച്ഛൻ്റെ പെൻഷനും ശമ്പളവും എല്ലാം വരും. ഒരു തുകയാവുമ്പോൾ എടുത്ത് തങ്കപ്പനെ ഏൽപ്പിക്കും. ഗണേഷ് കുമാർ സാറിനെ വഞ്ചിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 2 വർഷമായി ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ കൈവശം ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. നിഷേധിക്കട്ടെ, കൊടുത്ത ഡേറ്റ് ഉൾപ്പെടെ കറക്റ്റായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയാം. ഈ പറഞ്ഞതിനകത്ത് എന്താ അഭിപ്രായം? കാരണം ഈ പൈസ മുഴുവൻ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. സത്യം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ല. അദ്ദേഹത്തോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ടും അച്ഛൻ അക്കൗണ്ട് ഉള്ളത് സർവീസ് സഹകരണ ബാങ്കിലാണ്. അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഇത്ര രൂപയുണ്ട്, ഇത്ര ഓരോരുത്തർ എടുക്കണം, ഇന്ന ആളുകൾക്ക് കൊടുക്കണം, NSSൻ്റെ ചാരിറ്റിക്ക് ഇത്രയും കൊടുക്കണം, എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ കൈ തന്നില്ല. വിശ്വസ്തൻ എന്ന് ഭാവിച്ച് വേറെ ഒരു ഗോപാലകൃഷ്ണൻ അധ്യാപകനുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത് പേപ്പറുകൾ. അദ്ദേഹം അത് എന്നിട്ട് അദ്ദേഹത്തിനെ അച്ഛൻ വിശ്വസിച്ചു. പക്ഷെ അദ്ദേഹവും അച്ഛനെ ചതിച്ചു. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം അത് കൊണ്ട് ഗണേശൻ്റെ കയ്യിൽ കൊടുത്തു. 3 മക്കളും കൂടെ നിൽക്കുമ്പോഴേ കൊടുക്കാവുള്ളൂ എന്നായിരുന്നു അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം അത് കൊണ്ടുവന്ന് ഗണേശൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം ഞങ്ങൾ ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ തങ്കമ്പിള്ളയ്ക്ക് അയച്ചു. അച്ഛൻ്റെ അക്കൗണ്ടുണ്ട്, 3ആയിട്ട് വിഭജിക്കണം. അപ്പം ആസ്ഥാനത്ത് സുകുമാരനാഥൻ സാർ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ന്യായമേ ചെയ്യാവൂ, 3 മക്കളാണ് ബാലേശ്വറിലേക്ക്, 3ആയിട്ടേ കൊടുക്കാവുള്ളൂ, 3 പേരുടെയൊന്നും എഴുതി മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അനുസരിച്ചില്ല. മാത്രമല്ല ഞങ്ങളുടെ കത്തിൻ്റെ മറുപടി ഇതായിരുന്നു, അദ്ദേഹത്തിനോട് 600 രൂപയേ ഉള്ളൂ ബാലൻസ്, അത് വേണമെങ്കിൽ 3 പേരൂടെ വന്നാൽ തരാം. 600 അത് അതിൻ്റെ തെളിവുണ്ട്, എല്ലാ ഗ്രൂപ്പിലുമൊക്കെ അത് വന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഒഫീഷ്യൽ ലെറ്ററും ഉണ്ട്. എഴുതി അയച്ച ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. വെളിപ്പെടുത്തുക. അപ്പം ഇത് നല്ല കാര്യമാണ്. സംശയം എന്താ? ഡ്രാമ കളിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനോ എൻ്റെ അനിയത്തിയും മന്ത്രി MLA ഒന്നും അല്ല. മന്ത്രിക്കും MLAക്കും പണമുള്ളവർക്കേ ഇന്നത്തെ ഈ ലോകത്ത് കാര്യമുള്ളൂ. അവരും വിചാരിക്കുന്നതേ നടക്കുകയുള്ളൂ. ഈ തങ്കമ്പിള്ള അദ്ദേഹം ഈ യൂണിയനിലെ ഒരു അംഗമാണ്. അപ്പം ഗണേശ് അദ്ദേഹത്തെ എടുത്ത് കളയുമോ എന്ന് പേടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു.
അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റ് ആക്കാം, അതാക്കാം, ഇതാക്കാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരുന്നു ഈ പൈസ വാങ്ങിക്കുന്നവരെ. അപ്പം സമ്മതിച്ചല്ലോ എല്ലാം എടുത്തുകൊണ്ട് കൊടുത്തത്. അത് ശരിയാണോ? ഒരു 3 മക്കളുള്ളപ്പം എല്ലാ കോടികളും കൊണ്ടു ചെന്ന് ഞാൻ അവിടെ കൊടുത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അതെങ്ങനെ പറയാൻ സാധിക്കുന്നു? അത് എന്ത് ന്യായം അത്? എന്താ മന്ത്രി ആയതുകൊണ്ട് കൊടുത്തോ? അതോ NSSന് ഇദ്ദേഹത്തെ മാറ്റുമെന്ന് വിചാരിച്ചു കൊടുത്തോ? അത് എനിക്കത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വളരെ പുച്ഛം തോന്നി. പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സമാധാനം. കാരണം ഇയാളുടെ തുറന്നു പറച്ചില്ലല്ലേ, കാരണം അദ്ദേഹം നിസ്സാര ആളല്ലല്ലോ. തങ്കപ്പൻപിള്ള ബാങ്കിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന വാക്കിന് വാല്യുണ്ട്. പക്ഷെ സത്യം ഇനിയെങ്കിലും ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുക, ദയവായി ഇനി ഈ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം, മാറരുത്, മൊഴിമാറ്റം ഉണ്ടാവരുത് ദയവ് ചെയ്ത്. കാരണം അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ ആത്മാവ് പോലും പൊറുക്കില്ല അങ്ങേരോട്. ബാലകൃഷ്ണപിള്ള ഗുരു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഈ ഇത്രയും വലിയ ചതി ചെയ്തുകൊണ്ട് അങ്ങേര് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ബാലകൃഷ്ണൻ സാറ് അംഗീകരിക്കുന്നില്ല. കാരണം ബാലകൃഷ്ണൻ സാറ് എന്റെ ആത്മാവ് മുകളിലിരുന്ന് ഇതൊക്കെ കണ്ട് കേട്ടും വിങ്ങിപ്പൊട്ടുന്നു. അതാണിത്, അതിന്റെ റിയാക്ഷൻസ് ആണ് ഈ കാണുന്നത്. എന്നാൽ തങ്കപ്പൻപിള്ളയ്ക്ക് ഇങ്ങനെ ഒരു ചെയ്തോട്ടെ, പക്ഷെ ഇങ്ങനെ വെളിപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് ഒരിക്കലും പാടില്ല. അങ്ങനെ അതും ഒരു അദ്ദേഹത്തിന്റെ മുഖഭാവമൊക്കെ ഉണ്ടോ? അതൊക്കെ പറയുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മുഖഭാവവും ഇതൊക്കെ. അപ്പൊ എല്ലാവരും കൂടെ മരിച്ചു കഴിഞ്ഞ ആളിനെ ചതിക്കുമായിരുന്നു. മരിച്ചു കഴിഞ്ഞല്ലോ, ഇനി ആരെയും പേടിക്കണ്ട. തങ്കപ്പൻപിള്ളയുടെ റോള് ഇങ്ങനെയായിരുന്നു. അയാളൊരു യഥാർത്ഥത്തിൽ അയാളൊരു ശിഖണ്ഡിയായി മുന്നിൽ നിന്ന് ഇല്ല, മരിക്കുന്നവരെ ഇല്ലായിരുന്നു. മരിക്കുന്നവരെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇദ്ദേഹമായിട്ട് ഒരടുപ്പവും ഇല്ലായിരുന്നു. മരിക്കുന്നവരെയും പൈസയുടെ ഒരു വിവരങ്ങളും ഗണേശൻ അറിയത്തുമില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുമില്ല, തങ്കപ്പൻപിള്ളയും പറഞ്ഞിട്ടില്ല. തങ്കപ്പൻപിള്ള അന്നേരം ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം ചെയ്തത് മൊത്തം തങ്കപ്പൻപിള്ളയാണ്. അത് കഴിഞ്ഞ് മരണം കഴിഞ്ഞ് അദ്ദേഹം കളിക്കാവുന്ന കളിയെല്ലാം കളിച്ചു. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഒരു കാരണക്കാരൻ വേണമെങ്കിൽ തങ്കപ്പൻപിള്ളയാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാമായിരുന്നു. ഇപ്പം സുമാരനാഥ് സാറ് പറഞ്ഞതുപോലെ 3 പേരെയും വിളിച്ചിരുത്തി 3ആയിട്ട് വീതിച്ച് കൊടുക്കാനുള്ള റൈറ്റ് അങ്ങേർക്കുണ്ട്. അങ്ങേര് ബാങ്ക് പ്രസിഡന്റാണ്. സത്യമുണ്ടെങ്കിൽ, പക്ഷെ അങ്ങേർക്ക് സത്യമില്ല. അതാണല്ലോ ഈ ചതി ചെയ്തത്. സത്യമുള്ള അങ്ങേരുടെ മക്കളെയാണെങ്കിൽ അങ്ങേർക്ക് 3 മക്കളാണ്. 3 മക്കളെ ഇങ്ങനെ കാണുമോ? അങ്ങേര് ഒന്നിച്ചല്ലേ കാണുള്ളൂ. ഭയങ്കര ദുഷ്ടത്തരല്ലേ അങ്ങേര് ചെയ്തത്? ചോദിച്ചുകൊണ്ട് ചെന്നാൽ ഉടനെ എടുത്ത് കൊടുക്കുമോ? ഒപ്പിട്ട് വാങ്ങിക്കണ്ടേ? അങ്ങനെ പറഞ്ഞ് അങ്ങയുടെ രസീതൊക്കെ ഉണ്ടെന്ന്. അല്ല, ഒരാളുടെ രസീത് തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? ഒരാളുടെ രസീത് വെച്ച് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കേസിന് പോയാലോ? പിന്നെ ഒരു കാര്യം, അച്ഛൻ്റെ പേരിൽ 600 രൂപയല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങേരുടെ സിംഗടികളുടെ പേരിലായിരിക്കും ഇട്ടിരിക്കുന്നത്. അച്ഛന് വിശ്വാസമായിരുന്നു അങ്ങേരെ. എത്രയോ വർഷമായിട്ട് അച്ഛൻ 5000 രൂപ റബ്ബർ വെട്ടി കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഒരു വാടക വാങ്ങിച്ചു കൊണ്ടുവന്നാലോ തങ്കപ്പനെ ഏൽപ്പീര്. തങ്കപ്പൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇനി അറ്റത്തെ മാങ്ങയോ ചക്കയോ തേങ്ങയോ വിറ്റിട്ട് കൊണ്ടുവരുന്ന പൈസ പോലും അച്ഛൻ ചിലവാക്കത്തില്ല. അച്ഛന് ട്രീറ്റ്മെൻറ്റ് ഫ്രീ, ആഹാരമേ ചില്ലറ മതി, അതൊന്നും അതിനൊക്കെ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ. ഒരു ചിലവില്ല. ഒരു ഡ്രസ്സ് വാങ്ങിക്കത്തില്ല, അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അച്ഛനായിട്ട് പോയി ഒരു കടയിൽ പോയി ഡ്രസ്സ് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു മാനേജ് ചെയ്യുന്നത്. തങ്കപ്പൻപിള്ളയുടെ ആയൂര് റോഡ് സൈഡിലെ വസ്തുക്കൾ വിറ്റു. അത് കഴിഞ്ഞ് 100 ഏക്കർ റബ്ബർ വിറ്റ്, അല്ല തോട്ടം വിറ്റ് ആ പൈസ, പിന്നെ ഈ റോഡ് സൈഡ് ആയൂർ മുതൽ കൊട്ടാരക്കര വരെയുള്ള റോഡിൽ മിക്കവാറും എല്ലാ പുരയുടെ വച്ചൻ്റെ അത് മുഴുവൻ വീതി കൂട്ടിയപ്പോൾ ഒരു വൻതുക കിട്ടി. അതും കൊണ്ട് തങ്കപ്പനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ പൈസയാണ്, അല്ലാതെ വേറെ ഒരിടത്തൊന്നും അച്ഛൻ ഉണ്ടാക്കിയതല്ല. അച്ഛന് മന്ത്രിയായതിനു ശേഷം ഒരു മുറി പോലും കിട്ടിയിട്ടില്ല. തെളിയിക്കട്ടെ, കേസും ഇതുമൊക്കെ വന്നു. പക്ഷെ അച്ഛൻ ഒരു വസ്തുവോ ഒരു ഇതോ വാങ്ങിച്ചിട്ടില്ല, അഴിമതി ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ അനുഭവിക്കാനുള്ള ആ ഒരു ഇതാണ് പോയത്. എല്ലാം പോയി. കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കേസിനെ പറ്റി ഇപ്പോൾ പറയണ്ട. വരട്ടെ, സമയമെടുക്കുന്നു, നടക്കട്ടെ. അത് അച്ഛൻ്റെ ആത്മാവും സന്തോഷിക്കും. എന്നാൽ ഇനി പറഞ്ഞിട്ട് എന്തോ കാര്യം, എല്ലാം കൊണ്ടുപോയി എന്നല്ലേ, എല്ലാം കൊണ്ട് കൊടുത്തു. ഞാനാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആരോ ചോദിക്കുന്നു 3-4 കോടിയാണോ? അല്ലല്ല, അതിലൊക്കെ ഒരു കോടി. എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇദ്ദേഹത്തോട് നേരത്തെ ഒന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ശരിയാണ്, ഉണ്ട്, ഞാനൊന്ന് നോക്കി. അതായത് ഗണേശൻ്റെ സാങ്ഷൻ കിട്ടട്ടെ. എന്തിനാ ഗണേശൻ്റെ സാങ്ഷൻ ഇങ്ങനെ കിട്ടുന്നത്? മോള് അങ്ങ് സുമാരനാഥ് സാർ പറഞ്ഞു കൊടുക്കാൻ, പിണറായി വിജയൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞില്ല. അദ്ദേഹം എല്ലാവരും സപ്പോർട്ട്, സഹകരണ മന്ത്രി എല്ലാവരും. പിന്നെ എന്തിനാ ഗണേശൻ്റെ സപ്പോർട്ട്? അപ്പോൾ സ്വന്തം കാര്യം അവിടെ പിടിച്ചു തൂങ്ങി കിടക്കണം NSSൽ. ഇപ്പോൾ കിട്ടിയല്ലോ.